ഈ പെൺകുട്ടിയാവട്ടെ തന്റെ ബോയ് ഫ്രണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി ആഹാരം കഴിക്കുകയും അതോടൊപ്പം അടുത്തിടപഴകുന്നതും കാണാനിടയാവുന്നു. ഈ കാഴ്ച കണ്ട പെൺകുട്ടിയുടെ ഹൃദയം തകർന്നു പോകുന്നു. കരഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്നിറങ്ങി അവിടം വിട്ടു പോകാനൊരുങ്ങുന്നു. എന്നാൽ യാദൃശികമായ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന യുവാവട്ടെ പെൺകുട്ടിയെ കാണാനിടവരുന്നു. പെൺകുട്ടി തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ ബോയ് ഫ്രണ്ട് ആവട്ടെ ധനികയായിരുന്ന പെൺകുട്ടിയുടെ കൈകൾ ഉടനടി വിടിയിക്കുന്നു. എന്നാൽ ബോയ് ഫ്രണ്ടിൽ തീർത്തും നിരാശയായിരുന്ന പെൺകുട്ടി അവിടം വിട്ടു പോകാനൊരുങ്ങുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ യുവാവ് അവളെ തടഞ്ഞു നിർത്തി കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഇത് കണ്ട ബോയ് ഫ്രണ്ടിനാവട്ടെ എന്തെന്നില്ലാത്ത ദേഷ്യം വരികയും അവനെ ഒഴിവാക്കിയതിന് പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ യുവാവട്ടെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നീ നിന്റെ അടുത്തുള്ള പെൺകുട്ടിയുമായി അടുപ്പത്തിലല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഉടനെ തന്നെ അവനെ ആവട്ടെ അവന്റെ അടുത്തുണ്ടായിരുന്ന ധനികയായ സ്ത്രീ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. സ്ത്രീ ആവട്ടെ അവനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാന്നല്ലേ എന്നോട് പറഞ്ഞേന്ന്. വേറെ വഴിയില്ലാത്ത അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ ആ ധനികയായ സ്ത്രീയോടൊപ്പം തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. ധനികയായ സ്ത്രീക്കാവട്ടെ ഈ സാഹചര്യം വളരെ രസകരമായി തോന്നുന്നുണ്ട്. ധനികയായ സ്ത്രീ ആവട്ടെ അവരോടൊപ്പം പെൺകുട്ടിയെയും ബാറിലേക്ക് വിളിക്കുന്നു. എന്നാൽ പെൺകുട്ടി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും യുവാവ് അവളെ തടഞ്ഞു നിർത്തുന്നു. കാരണം അവരോടൊപ്പം പോയാൽ മാത്രമേ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ തനിനിറം എന്തെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂ എന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ബാറിലേക്ക് എത്തിയ സമയത്താവട്ടെ ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് പെൺകുട്ടി ബാത്റൂമിലേക്ക് പോകുന്നു. എന്നാൽ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പെൺകുട്ടിയുടെ പിന്നാലെ എത്തി അവനാവട്ടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ധനികയായ സ്ത്രീയെ തന്റെ ഒപ്പം കൂട്ടിയത് തന്റെ കരിയർ വളർത്താനാണെന്നും അവൻ യഥാർത്ഥത്തിൽ അവളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നും പറയുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവൻ പറഞ്ഞ വിവരങ്ങളെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. ഇനിയും തന്റെ പിന്നാലെ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ധനികയായ സ്ത്രീയെ ഈ വിവരങ്ങൾ അറിയിക്കുമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ബോയ് ഫ്രണ്ട് ആവട്ടെ അവളെ തടഞ്ഞിട്ട് അവളോട് മോശമായി പെരുമാറാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ യുവാവ് അങ്ങോട്ടേക്ക് വന്ന് അവനെ അടിച്ചു വീഴ്ത്തുകയും പെൺകുട്ടിയുമായി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹൃദയം തകർന്ന പെൺകുട്ടിയാവട്ടെ ഒരുപാട് നേരം കരയുന്ന കണ്ടിട്ട് യുവാവ് അവളോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വൃത്തികെട്ടവന് വേണ്ടി നീ കരയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന്. പെൺകുട്ടിയാവട്ടെ അവനോട് തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല. പെൺകുട്ടിയും അവനും കണ്ടുമുട്ടിയ നിമിഷം ഈ സമയത്ത് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവന്റെ അമ്മയാവട്ടെ അവന്റെ ചെറിയ പ്രായത്തില് പൊട്ടിയ ഗ്ലാസുകൾ എടുത്ത് കൈ മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം എപ്പോൾ ഗ്ലാസുകൾ താഴെ വീണാലും അവന് അസ്വസ്ഥത അനുഭവപ്പെടും. അങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ച് ഗ്ലാസ് താഴെ വീണ പൊട്ടുന്ന ശബ്ദം കേട്ട യുവാവിന് വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അസ്വസ്ഥനായ യുവാവട്ടെ രണ്ട് ചെവികളും പൊത്തി ഒരു മുറിയിലേക്ക് അടച്ചിരിക്കുന്നു. ഈ സമയത്ത് ആ വഴി പോയ പെൺകുട്ടി അവനെ കാണുകയും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി അവനെ പതിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. പതിയെ അവളുടെ വോയിസ് കാരണം അവൻ ശാന്തമാവുകയും ആ നിമിഷം മുതൽ അവളോട് അവനൊരു ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. പെൺകുട്ടിയാവട്ടെ അവളോടൊപ്പം ഉറങ്ങാനായി ആ യുവാവിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവനാവട്ടെ അവളെ കിസ് ചെയ്യുന്നുമുണ്ട്. അവന്റെ വീട്ടിലെത്തി അവരിരുവരും ഒരുമിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അവളാകെ പരിഭ്രാന്തയായിരുന്നു. ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ യുവാവ് സ്ലിം പിൽസ് കഴിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പെൺകുട്ടി ഉടനടി അവനെ തടയുന്നു.